ഇനി നമുക്ക് ഈ സിനിമ അടിച്ചു മാറ്റുന്ന ഈ കൊള്ളസംഘങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ തന്നെ ആ സിനിമയുടെ ഈ കോപ്പി, അതായത് കള്ള കോപ്പി മാർക്കറ്റിലിറങ്ങും. അതോടെ ആ പ്രൊഡ്യൂസറുടെ കട്ടയും പടവും അടങ്ങും. ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. തിയേറ്ററിൽ നിന്നും സിനിമ പകർത്തിയ കേസിൽ അറസ്റ്റിലായ ജബ് സ്റ്റീവൻ രാജ് തമിഴ് റോക്കേഴ്സ് എന്ന സിനിമാ പൈറസി സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് എന്നറിയുന്നു. 12 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ സിനിമാ പൈറസിക്ക് പിന്നിലെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു. യഥാർത്ഥത്തിൽ ഈ 800-1000 കോടി രൂപ മുടക്കിയാണ് കേരളത്തിലെ ഈ സിനിമാ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതിനെയാണ് തച്ച് തകർക്കാൻ ഇങ്ങനെയുള്ള കൊള്ളസംഘങ്ങൾ എത്തുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. സിനിമാ മേഖലയെ ആകെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് പൈറസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു ശക്തമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. പരമാവധി തെളിവുകളും ഒക്കെ നിർമ്മാതാക്കൾ പോലീസിന് കൈമാറുമെങ്കിലും പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ പൈറസി കോപ്പി അത് പകർത്തിയ ആളെ ഇന്നലെ പോലീസ് പിടികൂടി. ജെബ് സ്റ്റീഫൻ എന്നാണ് അയാളുടെ പേര്. തമിഴ് റോക്കേഴ്സ് എന്ന പൈറസി സംഘത്തിലെ പ്രധാനിയാണ് ജെബ് സ്റ്റീഫൻ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇന്നലെ തിരുവനന്തപുരത്ത് മറ്റൊരു സിനിമ, അതായത് ധനുഷ് നായകനായ രായൻ എന്ന് പറയുന്ന സിനിമയുടെ ചിത്രം അല്ലെങ്കിൽ അത് പകർത്തുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത്. ട്രൈപോഡെല്ലാം വെച്ച് കൃത്യമായി ആംഗിളൊക്കെ സെറ്റ് ചെയ്താണ് ഇവർ ഈ ചിത്രങ്ങൾ തിയേറ്ററിൽ നിന്ന് പകർത്തുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് ഈ സംഘത്തിൽ 12 പേർ വേറെയുമുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി കിടക്കുന്ന ഒരു സംഘമാണ് ഇവർ. മധുരയിൽ നിന്നാണ് ഈ സിനിമകൾ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ IP അഡ്രസ്സ് കാണിക്കുന്നത് വിദേശ രാജ്യങ്ങൾ. അങ്ങനെ സാങ്കേതികപരമായി പോലും പോലീസിനെ അതോടൊപ്പം സൈബർ വിങ്ങിനെയെല്ലാം കബളിപ്പിക്കുന്ന ഒരു വലിയ സംഘമാണ് ഇവരെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിയെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതുവഴി കൂടുതൽ പേരിലേക്ക് എത്താമെന്നാണ് പോലീസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ പോലീസ് വിലയിരുത്തുന്നത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എസ് കെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.